ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് സ്കോർപ്പിയോ സൺ സൈൻ, സ്കോർപ്പിയോ മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഒരു ഫെബ്രുവരി മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് നിങ്ങളുടെ നക്ഷത്രം സൈൻ വൃശ്ചികമാണ് വെച്ചാൽ നിങ്ങൾക്കിത് കാണാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ചിലപ്പോൾ മാച്ച് ആവില്ല. മാച്ച് ആവണ മെസ്സേജസ് എടുക്കുക, മാച്ച് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ എന്താണ് നിങ്ങളുടെ മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ ഏസ് ഓഫ് വാൻസ് വന്നു. ഓവറോൾ എനർജി ആയിട്ട് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി, പാസ്റ്റിൽ ഞാൻ കാണുന്നത് 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കറണ്ട് എനർജി നിങ്ങളുടെ എന്താണ്? കറണ്ട് എനർജിയിൽ 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചർ എനർജി എങ്ങനെയായിരിക്കും? ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ 2 ഓഫ് സോഡ്സ്. അപ്പോൾ സ്കോർപ്പിയോ ഇവിടെ ഏസ് ഓഫ് വാൻസ് ആണ് ഓവറോൾ എനർജി. ഓവറോൾ എനർജിയിൽ ഞാൻ കുറേ പാഷനാണ് കാണുന്നത്. കുറേ ഒരു ആക്ഷൻ എടുക്കുന്ന എനർജി ഉണ്ട്, ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ എനർജി ഉണ്ട്, ക്രിയേറ്റീവ്ലി എന്തോ നിങ്ങൾ പുതിയതായി തുടങ്ങുന്ന എനർജി ഉണ്ട് ഇവിടെ. ഇല്ലൊരു പുതിയ ഓഫർ വരണ എനർജി ഉണ്ട്. റൊമാൻറ്റിക്കലി ഇതൊരു പുതിയ ബിഗിനിങ് ആവാം റിലേഷൻഷിപ്പിൽ. പക്ഷേ ഇതൊരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ ബേസിസിലാണ്. പറഞ്ഞാൽ ഇവിടെ കുറേ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. ഇമോഷണലി അതുവരെ ആ സ്റ്റേജ് വരെ എത്തിയിട്ടില്ല ഈ റിലേഷൻഷിപ്പ്, അതുകൊണ്ട് അറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ്. പറഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ എന്തോ ഒരു ഓഫർ കൊണ്ടുവരണു, അങ്ങനത്തെ എനർജിയും ആവാം. സൂക്ഷിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ കുറേ ഒരു പ്ലെയർ എനർജിയാണ്. ഓക്കെ, ഇൻ ആൻഡ് ഔട്ട് ഇല്ല എനർജി, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ, കുറേ ഓപ്ഷൻസ് ഉള്ള പേഴ്സൺ, കമ്മിറ്റ് ചെയ്യാറില്ല യൂഷ്വലി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ വരണേ. അപ്പോൾ ഈ പേഴ്സൺ എന്തോ ഓഫർ ചെയ്യണോ, അതും ഒരു ഫിസിക്കൽ എനർജിയാണ്, ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാതിരി ഒരു എനർജിയാണ് ഇത്. അപ്പോൾ കുറച്ച് സൂക്ഷിക്കണം ആ കാര്യത്തിൽ. പേജ് ഓഫ് വാൻസ്, അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, കുറേ ഫ്ലേർട്ടിങ്ങിൻ്റെ എനർജി ഉണ്ട്. ഈ പേഴ്സൺ മെസ്സേജസ് ഒക്കെ അയക്കും, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. പറഞ്ഞാൽ അങ്ങനെ കുറേ ഒരു കാരിസ്മാറ്റിക് പേഴ്സൺ ആണ് ഇവർ. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് പാസ്റ്റിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ എനർജിയിൽ. നിങ്ങൾ പാസ്റ്റിൽ വെയിറ്റ് ചെയ്യായിരുന്നു. മേ ബി ഈ പേഴ്സണിന് വേണ്ടിയിട്ടായിരുന്നോ വെയിറ്റ് ചെയ്യണത് അതറിയില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ജോബിൻ്റെ ഓഫറാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു നല്ല ജോലി, ഒരു നല്ല ഓഫർ. അത് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ തന്നെ വന്നു. ഒരു സ്റ്റേബിൾ ഓഫർ വന്നു നിങ്ങളുടെ ലൈഫിൽ. ഞാൻ കാണുന്നത് ഒരു ഫിനാൻഷ്യൽ ഓഫറാണ്, അതല്ല വെച്ചാൽ ഒരു പറഞ്ഞ മാതിരി ഒരു റിലേഷൻഷിപ്പ് ഓഫറും ആവാം. ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഇത് കുറേ എബണ്ടൻസ് ഉള്ള കാർഡാണ്. അപ്പോൾ ഈ ഓഫർ വന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു എബണ്ടൻസ് വന്നു. നിങ്ങൾ ആക്ച്വലി കുറേ ഹാപ്പി ആയിരുന്നു. കറണ്ട് എനർജിയിൽ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. കുറേ ഫിനാൻഷ്യലി നല്ല സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി. ഒരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ് ആക്ച്വലി 9 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ എന്താണ് ഈ 9 ഓഫ് പെൻറ്റിക്കിൾസ് കാർഡ് ഇവിടെ? 8 ഓഫ് വാൻസ്. നിങ്ങൾ കുറേ ട്രാവൽ ചെയ്യും ഈ മാസം. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ കുറേ ബിസി സമയമാണ് ഇത്. കുറേ സക്സസിൻ്റെ എനർജി ഉണ്ട്. പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയും ഉണ്ട്.
അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സൂക്ഷിക്കേണ്ട നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലാണ്. ഹെൽത്തിൽ കുറച്ച് സൂക്ഷിക്കണം, റെസ്റ്റ് എടുക്കണം. കുറേ ജോലി ചെയ്തുകൊണ്ട് പ്രഷർ ഉണ്ടാവും, ഹെൽത്തിൽ അത് എഫക്റ്റ് ചെയ്യാൻ വഴിയുണ്ട്. മെൻ്റലി നിങ്ങൾ കുറച്ച് ടയേർഡായിരിക്കും. അതിനും ഞാൻ പറഞ്ഞ മാതിരി കുറച്ചൊരു ബ്രേക്ക് എടുക്കാൻ നോക്കുക, വെക്കേഷനിൽ പോകാൻ നോക്കുക. ഇവിടെ റെസ്റ്റും ഹീലിംഗ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഫ്യൂച്ചറിൽ 2 of Swordsൻ്റെ എനർജിയാണ്. 2 of Swords ഒരു കൺഫ്യൂഷനാണ് ആക്ച്വലി. നിങ്ങൾക്ക് അറിയില്ല ഏത് വഴിക്കാണ് പോകേണ്ടത്, ലെഫ്റ്റ് റൈറ്റ്. നിങ്ങളുടെ ലൈഫിൽ 2 ഓപ്ഷൻസ് വന്നിരിക്കണു. ഇപ്പോൾ ഈ ഓപ്ഷൻസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ ഓപ്ഷൻസ് എന്താണ്? അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. ആൻഡ് ടോക്സിക് വിച്ചുണ്ട്. അപ്പോൾ എന്തോ ഒരു ടോക്സിക് എനർജി ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. മേ ബി ചിലവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും, മിസ്ഗൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു ടോക്സിക് സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ അതൊന്നും എങ്ങനെ പുറത്തു വരണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഒരു പ്രാക്ടിക്കലി നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, പക്ഷേ ഇമോഷണലി നിങ്ങൾക്കത് ചെയ്യാൻ കുറച്ചൊരു വിഷമമുണ്ട്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് പ്രാക്ടിക്കലി ചിന്തിക്കാനാണ് പറയണേ. ഓക്കെ, എന്തോ ഒരു പ്രാക്ടിക്കലായി ഡിസിഷൻ എടുക്കേണ്ടി വരും നിങ്ങൾക്ക്. എന്താണ് ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം? ചാലഞ്ച് നിങ്ങളുടെ 2 of Wands ആണ്. അപ്പോൾ ഇവിടെ ചാലഞ്ച് ആയിട്ട് ഞാൻ കാണുന്നത് ഒരു ചോയ്സ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ആ ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് ലോങ് ടേം ആണ് മനസ്സിൽ വെക്കാൻ പറയണേ. ചില ബ്ലോക്സ് ഉണ്ട് ഈ മാസം, ചില ചാലഞ്ചസ് ഉണ്ട് ഈ മാസം. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, പക്ഷേ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചാലഞ്ചസൊക്കെ വേഗം മാറണ ചാലഞ്ചസ് ആണ്. ഈ ചാലഞ്ചസും ബ്ലോക്സ് വരുന്നത് ഫാമിലിയുടെ സൈഡിൽ നിന്നായിരിക്കാം. നിങ്ങളുടെ ഫാമിലി ഇല്ലച്ച നിങ്ങളുടെ പാർട്ട്ണറുടെ ഫാമിലി എന്തോ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇല്ലച്ച റിലീജിയസ് ഫാക്ടേഴ്സ് ആയിരിക്കാം, റിലിജിയൻ, കാസ്റ്റ്, അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. എന്തോ ഒരു അതോറിറ്റി ഫിഗറുടെ ബ്ലോക്ക് ആവാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പറഞ്ഞ സ്റ്റുഡൻ്റ് ആണ് വെച്ചാൽ നിങ്ങളുടെ കോളേജിൻ്റെ സൈഡിൽ നിന്ന് എന്തോ ബ്ലോക്ക്, നിങ്ങൾ എവിടെയോ ജോലി ചെയ്യേണ്ട വെച്ചാൽ ബോസ്, കമ്പനി റൂൾസ്, അതായിരിക്കും ബ്ലോക്ക്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഫാമിലി, ഇൻലോസ്, അത് ബ്ലോക്ക് ആവാം. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ട്രഡീഷണൽ അതോറിറ്റി ഫിഗർ ആണ് ഞാൻ കാണുന്നത് ഇവിടെ ബ്ലോക്കായിട്ട്. നിങ്ങളുടെ എന്താണ് അഡ്വൈസ് ഈ മാസം? അഡ്വൈസ് വരണത് 2 of Pentacles ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാണ്ട്. നിങ്ങളോട് യൂണിവേഴ്സ് ബാലൻസ് ചെയ്യാനാണ് പറയണത് എല്ലാം കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ട മാതിരി ഹെൽപ്പ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഹെൽപ്പെന്ന് ചോദിക്കേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി ഹെൽപ്പ് വരില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് വെച്ചാൽ ഹെൽപ്പെന്ന് ചോദിക്കുക. നിങ്ങൾക്ക് കുറേ ഹെൽപ്പ് ഉണ്ടാവും, കുറേ സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ കാണുന്നത് ഇവിടെ കുറേ ആൾക്കാർ നിങ്ങളെ അഡ്മയർ ചെയ്യണ എനർജി ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്പിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ കാണുന്നത് ഇവിടെ ഒരു നല്ല ഹാപ്പി ഫാമിലി ലൈഫാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി തന്നെ ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്ന് വരും. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് വേണം വെച്ചാൽ ചോദിക്കുക. എന്തോ ഒരു ഇംബാലൻസിൻ്റെ എനർജി ഉണ്ട്, അതും യൂണിവേഴ്സ് നിങ്ങളോട് ബാലൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഫാമിലി രണ്ടിലും ഒരു ബാലൻസ് വെക്കുക. എന്താണ് സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? സർപ്രൈസ് ഫാക്ടർ ഇവിടെ 8 of Swords ആണ്. സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഒരു ഹെൽപ്ലെസ്നെസ് ആണ്. നിങ്ങൾക്കൊരു അറിയില്ല എങ്ങനെയാണ് മുമ്പോട്ട് പോകണ്ടേന്ന്, അങ്ങനത്തെ ഒരു ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു. 9 of Wands, ഈ ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലത്തെ പേടിയാണ്. ആക്ച്വലി നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, പക്ഷേ ആ ചോയ്സ് എടുക്കാനുള്ള ധൈര്യമില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പാസ്റ്റിലും നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുത്തിട്ട് അത് വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ ഒരു പേടി വന്നിരിക്കണു. യൂണിവേഴ്സ് നിങ്ങളോട് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ജോലി എല്ലാത്തിലും നല്ലപോലെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നല്ല ഫോക്കസ് ഇട്ട് വേണം അതിൽ എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി
ഡെഫിനറ്റ്ലി സക്സസ് ഉണ്ടാവും. ക്വീൻ ഓഫ് സോഡ്സ് കുറേ ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കുക. അതുമാത്രമല്ല എല്ലാം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തിന് ക്ലാരിറ്റി വേണം. പ്രാക്ടിക്കൽ വയ്ക്കുക മനസ്സ്, പ്രാക്ടിക്കലി എല്ലാം കാര്യങ്ങൾ ചിന്തിക്കുക, പ്രാക്ടിക്കലി ഡിസിഷൻസ് എടുക്കുക. ചില ഡിസിഷൻസ് നിങ്ങൾക്കൊരു ടഫ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും, പക്ഷെ അത് എടുക്കാനുള്ള ഒരു വഴിയല്ലോ പ്രാക്ടിക്കൽ ആയിട്ട് വേണം ആ ഡിസിഷൻ എടുക്കുക. ഇമോഷണൽ ആകുമ്പോൾ നമ്മൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഔട്ട്കം ഇവിടെ കുറേ ഓവർ തിങ്കിങ്, സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, രാത്രി ശരിക്കും ഉറക്കമില്ല. ഞാനിവിടെ കാണുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസ്. പൈസയുടെ കാര്യത്തിലും കുറച്ച് നിങ്ങൾ കുറേ ഒരു സേവിങ് എനർജിയിലാണ്. ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേടി അത് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുമോ എന്ന്. ഒരു ബിട്രയലിൻ്റെ എനർജിയും ഉണ്ട്. ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ ബിട്രേ ചെയ്യണോ, അങ്ങനത്തെ ഒരു ഓവർ തിങ്കിങ് എനർജി ആയിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് വേഗം ആക്ട് ചെയ്യണം. ഓക്കെ, ഈ മാസം കൂടുതൽ സമയമെടുത്ത് ആലോചിച്ച് എല്ലാം ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവും. അതുകൊണ്ട് വരണ ഓപ്പർച്യൂണിറ്റീസിൽ ക്ലാരിറ്റി വെച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. പക്ഷെ ആ ഡിസിഷൻ എടുക്കുന്നത് കൂടുതൽ സമയം എടുക്കരുത്. ഓക്കെ, ഉടനെ വേണം ഡിസിഷൻസ് എടുക്കാനുള്ള ആ കേപ്പബിലിറ്റി ഇല്ലച്ചാൽ ആ ധൈര്യം വേണം. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? നിങ്ങൾക്ക് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് സ്കോർപ്പിയോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.